എന്നാൽ മളെ ഞാൻ പോട്ടെട്ടാ. ഇനി അടുത്ത കോള് വരുമ്പോത്തിനെ അവിടെ ചെന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇന്നെ ആട്ടിയടിക്കുമ്പ ഇജ്ജ് പോവാണ്. ഇപ്പൊ തന്നെ പോണ്ടടി, കുറച്ചേരം കൂടി കഴിഞ്ഞിട്ട് പോവാ. ആടി കുറച്ചേരം കൂടി ഇരിക്കണ്. നല്ല കഥ ആയി. എന്നാല് ഞാൻ പോട്ടെ. എന്നാ ചെല്ല്. നാളെ ക്ലാസ്സിന് എന്തായാലും പോണം. നോട്ടൊക്കെ എഴുതാണ്ടാവും ഈ കാരം. ശരിയടി, ഞാനിപ്പോ എന്തായാലും ഇതിൽ കൂടെ കേറട്ടെട്ടാ. വിളിക്കിട്ടാ. വിളിക്ക. പെട്ടെന്ന് ഇങ്ങനെ ഒരു കല്യാണം എങ്ങനെ എല്ലാവർക്കും ഇത് പറയാൻ തോന്നുന്നത്? എന്റെ അമ്മാനെ പറഞ്ഞിട്ടും കാര്യമില്ല. അതിന് ബേജാറായിട്ടേക്കാരം. ഫറാന പോയടി? ഓള് പോയിമ്മ. എന്താ എന്നിട്ട് ഉമ്മാന്റെ കുട്ടിയുടെ തീരുമാനോ? ഞാൻ എന്തെങ്ങളോട് പറയാ, എനിക്കിപ്പൊ കല്യാണം വേണ്ടമ്മ. ഉമ്മാന്റെ കുട്ടിയുടെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉമ്മ പറയണത്. ഇനി പോലും നാളെ വരുന്നുണ്ട് അത്ര. ഇപ്പൊ വിളിച്ചിനാ ബ്രോക്കർ, നാളെ രാവിലെ വരും എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോ എന്തായാലും നാളെയും കൂടി കോളേജിക്ക് പോവണ്ട. ഇന്ന് എന്തായാലും തുൽമിനല്ലേ പോവാതിരുന്നിക്കണത്. അപ്പൊ നാളെ പോവണ്ട. ഇജ്ജൊന്ന് നിന്ന് കൊടുക്കേ. നല്ല കല്യാണം ആണെങ്കിൽ മാത്രമേ ഉമ്മ നടത്തുള്ളൂ. അല്ലാതെ ഒന്നും ഉമ്മത്തിക്ക് വലിച്ചുവിടൂല എന്നെ. ഇജ്ജ് ഓരോന്നും ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ വായോ, ഒന്ന് തലയിൽ വെള്ളം പറഞ്ഞിട്ട് ഒന്ന് പോയി എന്തേലും തിന്നൂട്ടാ. ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് കൂട്ടാതെ. ഏടി എന്റെടി എടി, എന്റെ അടുത്ത് ഒരു 100 റുപ്യ ഉണ്ടാവും കൊടുക്കാന്. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് കൊടുന്നേരാ. നാളെ 10 പൈസ ഇല്ലാതെ ഇരിക്കണത്. 100 റുപ്യ പോയിട്ട് 1 റുപ്യ പോലും എന്റെ അടുത്തില്ല. എനക്കറിയില്ല എന്റെ അവസ്ഥ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പണിയില്ലേ, ഈ മഴയൊക്കെ പെയ്തിട്ടേ. എന്തിനാപ്പൊ 100 റുപ്യ? അത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനേന്നടി. പിന്നെ മീനും വാണ്ടീന്നേ. പെണ്ണൊക്കെ വന്നിക്കണ്. അപ്പൊ എന്തെങ്കിലും ഒരു കൂട്ടാൻ കൊടുക്കണ്ടേ വെച്ചിട്ടാണ്. അതെ, ഇല്ലടി. ഇനിയിപ്പൊ എന്താപ്പ കാട്ടുക? എടി, പെണ്ണ എവിടെ നിന്നിട്ട്? പെണ്ണ് അതപ്പാണ്ട് ഔത്തുക്ക് പോയിക്കണ്. ഇപ്പളാ 2 വറ്റി തിന്നണതേ. ഒന്നും തിന്നണില്ല കുടിച്ചണില്ല. ഈ ഒരാലോചന മാത്രേ ഉള്ളൂ, വേറെ